കൂട്ടുകാരെ, ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയ മകൻ പിതാവിൽ നിന്ന് തന്റെ സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി. ധൂർത്തനായി ജീവിച്ച് സ്വത്തെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ഒരു പൗരഞ്ചയെടുത്ത് അഭയം തേടുകയും അയാൾ അവനെ പന്നികളെ മേയ്ക്കുന്നതിന് വയലിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ അവന് ഭക്ഷിക്കാൻ പന്നി തിന്നുന്ന തവിട് പോലും ആരും കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലൂടെ ആരംഭിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമയിലെ 18 മുതലുള്ള ഭാഗങ്ങൾ ലഘു നൃത്ത നാടകമായി നിങ്ങളുടെ മുമ്പിൽ സവിനയം സമർപ്പിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. നാടകാവതരണം ഓൾട്ടർ ബോയ്സ് ചുണ്ടശ്ശേരി. നൃത്തം ഐവ, ജൂവൽ, നിയ. സംഗീതം ഏബിൾ തോമസ്. സാങ്കേതിക സഹായം റവറന്റ് ഫാദർ സുരേഖ് പുത്തേട്ട്, സിസ്റ്റർ പ്രീതി DSC, സിസ്റ്റർ റോസ് DSC, മിസ്റ്റർ ജോസ് പി ജോബി, വിനത് പി ജോബി. നാടകരചനാ സംവിധാനം ജോയി ആറ്റുചാലിൽ ചുണ്ടശ്ശേരി. കുട്ടികൾ തന്നെയല്ലേ പ്രിയ? അതെ അതെ, അതുകൊണ്ടല്ലേ അമ്മ എന്തുകൊണ്ട് ഉള്ള സമ്പത്ത് സ്വാതന്ത്ര്യം മുഴുവൻ കൊടുത്തല്ലേ അവനെ വിട്ടയച്ചിരുന്നത്? അത് പിന്നെ അവൻ ആവശ്യപ്പെട്ടപ്പോൾ മക്കൾ ആവശ്യപ്പെടുമ്പോൾ വെച്ച് നീട്ടേണ്ടതാണോ സമ്പത്ത് മുഴുവൻ? സ്നേഹിക്കുന്ന പിതാവ് ചോദിക്കുന്നതിലേറെയും കൊടുക്കുന്നവനല്ലേ? ചോദിച്ചതിലേറെ കൊടുത്തല്ലോ. ജലപാനം ഒരു ഉപേക്ഷിച്ച് കാത്തിരിപ്പ് തുടങ്ങി നാളെ കുറെ ആയില്ലേ? കാത്തിരിക്കുക തന്നെ ചെയ്യും. അവസാന ശ്വാസം നിലയ്ക്കുന്നവരെ. അങ്ങ് നോക്കിക്കേ, ആരോ വരുന്നുണ്ടല്ലോ. ആ പിന്നെ വരും വരും, വല്ല ഭിക്ഷക്കാരുമായിരിക്കും. ഞാൻ അകത്തേക്ക് പോവുകയാ. മകനെ, എന്റെ പൊന്നു മകനെ. അപ്പ ഞാൻ പാപം ചെയ്തു. ഞാൻ പാപിയാണപ്പ. അത് സാരമില്ല മോൻ. എന്നാലും നീ വന്നല്ലോ. ആരുമില്ല ഇവിടെ. എല്ലാവരും വരുവിൻ, എല്ലാവരും വരുവിൻ. എന്താണ് അങ്ങ് വിളിച്ചോ? ഉടനെ വേലക്കാരെയെല്ലാം വിളിച്ചു കൂട്ടുവിൻ. എന്റെ ഈ മകൻ ഉടനെ നേരത്തരം വസ്ത്രം കൊണ്ടുവന്ന് പിന്നെ കാലിൽ ചെരുപ്പും കയ്യിൽ മോതിരവും അണിക്കുവിൻ. കൊടുത്ത കാളക്കുട്ടിയെ കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം.
അനുതാപം ആവശ്യമില്ലാത്ത 1000 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഓ എന്റെ യഹോവേ, ഓ എന്റെ യഹോവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നത് നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്റെ യഹോവേ. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻ കുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. വേണ്ട, വേശ്യകളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം നശിപ്പിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും വേണം. എന്നാൽ നിന്റെ ഈ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ